ഇനി ഞാൻ കുറേ ആഗ്രഹിച്ച സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. അതായത് 2-3 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമാണ്. തൊട്ടടുത്ത് കല്യാണം കഴിച്ച് വന്നിട്ടും എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വിനോദിനോടാണേലും കുറേ ആയി പറയുന്നത് എന്നെ കൊണ്ടുപോകുന്ന കാര്യം. പോകാൻ പറ്റാറില്ല, എന്നും പോകണമെന്ന് പറഞ്ഞാലും. അതേ ഞങ്ങളുടെ അമ്പലമാണ് കേട്ടോ, കൂടപ്പലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം. അപ്പോൾ പാലക്കാർക്കൊക്കെ അറിയായിരിക്കും, അത്യാവശ്യം പാലക്കാർക്ക് എല്ലാവർക്കും, പാലക്കാരെന്നല്ല ഇപ്പം എനിക്ക് തോന്നുന്നു റീൽസിലൊക്കെ കണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. പക്ഷെ എല്ലാവരും പോയി, എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് വരെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു സ്ഥലത്തോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. വിനോദൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് ഒരുങ്ങിക്കോ നമുക്ക് പോയേക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അപ്പോൾ ഈ കട കണ്ട അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ, എസ്പെഷ്യലി പാലക്കാർ. നമ്മുടെ പാലാ വള്ളിച്ചെറിയുള്ള മോഹനൻ ചേട്ടൻ്റെ കട, പഴംപൊരിയും ബീഫും. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയൊരു കാര്യമാണ് ഈ കോംബോ കഴിക്കണം എന്നുള്ളത്. ഒരുപാട് പേര് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഞാനൊരു മധുരവും എരിവും കൂടെ ഇഷ്ടപ്പെടുന്ന രണ്ടിൻ്റെ മിക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ഫുഡ് ബ്ലോഗറല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വീഡിയോയും അല്ല. എൻ്റെ ഒരു ആഗ്രഹം നടന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾ ആ കടയിൽ ചെന്നു. നല്ല ഫ്രണ്ട് ഫുള്ള് ഇങ്ങനെ പഴങ്ങളൊക്കെ തൂക്കിയിട്ട് നല്ല രസമുള്ളൊരു കട, ഒരു കുഞ്ഞു കട. അപ്പോൾ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ പഴംപൊരിയൊന്നും ഇല്ല, എല്ലാം തീർന്നു. അപ്പോൾ ആ ചേട്ടൻ പറയുന്ന കേട്ടു പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ പഴംപൊരിയും ബീഫും വരുന്നു. അടിപൊളി, നല്ല മൊരിഞ്ഞ പഴംപൊരി, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി, നല്ല എരിവുള്ള ബീഫ് കറിയും. അപ്പം അതാണ് വിനോദൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ മുറിച്ച് നമ്മുടെ ബീഫ് കറിക്കകത്ത് മുക്കി നമ്മൾ കുഞ്ഞിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അവളിങ്ങനെ നോക്കിയിരിക്കുക, എന്തോ വലിയ സംഭവമാണെന്ന് ഓർത്തുണ്ട്. ചൂടുണ്ട് ചെറിയ, അതുകൊണ്ട് ഇങ്ങനെ ഊതി കൊടുത്ത് അവളുടെ വായ വെച്ച് ചെറിയ ചൂടുണ്ട്. അയ്യോ പൊള്ളിപ്പോയി പാവം. അങ്ങനെ കൊടുത്ത് കഴിച്ചു കേട്ടോ. അവൾക്ക് വലിയ താല്പര്യമില്ല പഴംപൊരി, അവൾക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ കഴിച്ചില്ല. എന്നാലും വിനോദൻ പിന്നെ നേരത്തെ കഴിച്ചതാണ്. വിനോദന് അത്ര ഇഷ്ടപ്പെട്ടൊരു കോംബോ അല്ല. പിന്നെ ഞാനും അതെടുത്ത് കഴിച്ച്. കേസ് നല്ല ചൂടായിരുന്നു, നല്ല ചൂട് പഴംപൊരി, നല്ല ബീഫ് കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടോ, കുഴപ്പമില്ല. നല്ല വറുത്തരച്ച ബീഫ് കറിയൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ മധുരവും എരിവും കോംബോ ഇഷ്ടമായതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് കറി മിച്ചമായിരുന്നു. അപ്പോൾ നമ്മൾ 2 പൊറോട്ടയും കൂടെ മേടിച്ചു കറി തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായയും അത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരും. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അത്യാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ പോരാറായപ്പോഴത്തേന് നിറച്ച ആൾക്കാരായി അതിനകത്ത്. പോരുമ്പം കുഞ്ഞിപ്പെണ്ണിന് ചേട്ടൻ ടാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് തിരിച്ചു പോരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.